ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ ഈ ആൾത്താരയിൽ വന്ന് പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈനി. ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്നുമാണ്. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് എൻ്റെ കൂട്ടുകാരി മുഖേനയാണ്. യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് ഇങ്ങനെ ആലപ്പുഴയിലൊരു മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്നും അതിലൂടെ നമുക്കൊത്തിരി അനുഗ്രഹം ഒരുപാട് പേർക്ക് കിട്ടുന്നു എന്നും ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു 2019. അന്ന് എൻ്റെ വീട് പണി നടക്കുന്ന സമയമായിരുന്നു. അപ്പം യാതൊരു തടസ്സവുമില്ലാതെ വീട് പണി നടക്കാനായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. ആഗസ്റ്റ് മാസത്തിൽ വീട് പണി തീർന്നു. ഞങ്ങൾ വീട് പാലുകാച്ചി കയറി കൂടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഉടമ്പടി മുടങ്ങുകയും പിന്നീട് കോവിഡ് വരികയും ഞാനിതിനോട് വലിയ ഇത് കാണിച്ചതുമില്ല. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് ഉടമ്പടിയിൽ മുന്നോട്ട് പോകണമെന്ന്. പക്ഷേ എനിക്കിവിടെ വരാൻ പറ്റുന്നില്ല. അങ്ങനെ വീണ്ടും എനിക്ക് 1.5 വർഷത്തോളം എനിക്ക് ഉടമ്പടി മുടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് 2021 വീണ്ടും ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് ഞാൻ പുതുക്കി. അന്ന് ഭൗതികമായ കാര്യങ്ങൾക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചിരുന്നത്. ആധ്യാത്മികമായ കാര്യങ്ങളെക്കാൾ ഉപരി ഭൗതികമായ കാര്യങ്ങളായിരുന്നു. ജോലി, വീട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ എനിക്കൊരു ജോലി വേണമെന്നും വയേജ് ഓവറായതുകൊണ്ട് ഇനി ഒരു ടെസ്റ്റ് എഴുതി ജോലിക്ക് കയറാൻ പറ്റില്ലെന്നും എനിക്കറിയാമായിരുന്നു. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് വഴിയായിട്ട് എനിക്കൊരു ജോലിയെങ്കിലും കിട്ടണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എംപ്ലോയ്മെൻറ്റിൽ ഞാൻ പുതുക്കാനായിട്ട് ചെന്നപ്പം എൻ്റെ സീനിയോറിറ്റി ലിസ്റ്റ് നഷ്ടപ്പെടുകയും അതുമാത്രവുമല്ല എൻ്റെ SSLC ബുക്കിൻ്റെ രജിസ്റ്റേർഡ് നമ്പർ മാത്രമേ എൻ്റെ കൈവശമുള്ളൂ. ബുക്ക് എനിക്കില്ല. ആ ഒറ്റ ഒരു നമ്പർ വെച്ച് എൻ്റെ സ്കൂളിലേക്ക് ഓഫീസർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു അപ്ലൈ ചെയ്യുകയും ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യുകയും ചെയ്തു. അത് 3 മാസം എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെന്നാലും എംപ്ലോയ്മെൻറ്റ് സീനിയോറിറ്റി ലിസ്റ്റൊന്നും എനിക്കില്ല. യാതൊരു വിധത്തിലും ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയും എനിക്കില്ല. എങ്കിലും ഞാൻ ഉടമ്പടി മുടക്കിയില്ല, പുതുക്കിക്കൊണ്ട് തന്നെയിരുന്നു. കൂടുതലായിട്ട് മാതാവിനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. ഞാൻ ഒരുപാട് ചൊല്ലാൻ തുടങ്ങി. ഈശോയോട് കൂടുതൽ വചനം വായിക്കുവാനും തുടങ്ങി. അതിനുശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 3ാമത്തെ പുതുക്ക് വന്നപ്പോഴത്തേനും പുതുക്കി ഞാൻ വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സർക്കാരിൻ്റെ ഒരു ഓർഡർ വന്നു. 5 ദിവസത്തിനകം വെച്ച് സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് 5 ദിവസത്തിനകം വെച്ച് സീനിയോറിറ്റി തിരിച്ചെടുക്കാമെന്ന്. അങ്ങനെ ഞാൻ അത് വീണ്ടും പോയി സീനിയോറിറ്റി ലിസ്റ്റ് എടുത്തു. അപ്പോഴും എൻ്റെ കയ്യിൽ SSLC ബുക്കില്ല. ബുക്ക് ഡ്യൂപ്ലിക്കേറ്റിന് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ, കിട്ടിയിട്ടില്ല. അവിടുന്ന് വീണ്ടും ലിസ്റ്റ് വന്നു. നവംബർ മാസമായപ്പോൾ ഇൻ്റർവ്യൂവിന് എന്നെ സീനിയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് ഇൻ്റർവ്യൂവിന് വിട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഒരുപാട് പ്രാർത്ഥിച്ചു. മാതാവിനോട് ഇവിടെ വന്ന് വീണ്ടും ഞാൻ ഉടമ്പടിയിൽ പുതുക്കുന്നുണ്ടായിരുന്നു, മുടക്കം വരുത്തുന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചു. SSLC ബുക്കില്ലാതെ ഇൻ്റർവ്യൂവിന് കയറാൻ പറ്റത്തില്ല. ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അതുമാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, അമ്മ എന്നെ സഹായിച്ചു. SSLC ബുക്ക് എൻ്റെ സ്കൂളിൽ വന്നു. പിറ്റേന്ന് പോയി കളക്ട് ചെയ്തു. അതിൻ്റെ പിറ്റേന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോഴും എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. 25 പേര് പങ്കെടുത്ത ഇൻ്റർവ്യൂ, ഒറ്റ വേക്കൻസി. ആർക്ക് കിട്ടും? ഒരു സാമൂഹ്യപരമായിട്ട് എനിക്ക് ആരുമായിട്ടും വലിയ അടുപ്പമൊന്നുമില്ല. ആകെയുള്ളത് മാതാവും മാത്രം, ഈശോയും മാത്രം. ഒരുപാട് പ്രാർത്ഥിച്ചു. അവസാനം സെലക്റ്റായത് ഞാൻ മാത്രം. എനിക്ക് ഇത്രയും ദൂരം വന്ന് ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം പിന്നെയും വന്നു. ഞാൻ ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ 2022 ഞാൻ ജോലിക്ക് കയറി. അങ്ങനെ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ ഞാൻ ജോലിക്ക് കയറി. അവിടെ നിന്നും ഞാൻ 2 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. കഴിഞ്ഞ മാർച്ച് 2025 മാർച്ച് മാസത്തിൽ എല്ലാവരും സൺഡേ വർക്കിങ്ങിന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. ഞാൻ പള്ളിയിൽ പോയി. പക്ഷേ അതിൻ്റെ പേരിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. ഏപ്രിൽ മാസത്തിൽ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു ഓഫീസിൽ നിന്നും. എന്നാലും അപ്പോഴും ഞാൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. പിന്നീട് ഞാനൊരു മാറ്റത്തിന് ആഗ്രഹിച്ചു. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മാറ്റം ഇവിടുന്ന് വേണമെന്ന്. അങ്ങനെ മാറ്റത്തിന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ യാതൊരു വഴിയുമില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഓഫീസുകളിൽ യാതൊരു വേക്കൻസിയുമില്ല. ഒരു ദിവസം ഞാൻ ഇതുപോലെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും
ഞാൻ പോലും അറിയാത്ത ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഓഫീസിലൊരു വേക്കൻസി ഉണ്ട്, ഞാൻ പ്രൊമോഷനായിട്ട് പോവുകയാണ്, ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ട്രാൻസ്ഫറിന് അപേക്ഷ വെച്ചു. അവിടെയും ഭയങ്കര തടസ്സം. യാതൊരു കാരണവശാലും എന്നെ ഓഫീസിൽ നിന്ന് വിടത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് പോയി. ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓഫീസിൽ ഞാൻ ഉപ്പിട്ട്, ഹെഡ് ഓഫീസിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റിനകത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു സാഹചര്യം എനിക്ക് അനുകൂലമായിട്ട് വരികയും എൻ്റെ ട്രാൻസ്ഫർ പേപ്പർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അടിച്ചു കിട്ടുകയും ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഓഫീസിൽ തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയധികം അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും വിശ്വസിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം തേടിയതിൻ്റെ ഫലമായിട്ട് ഈശോയും തിരുക്കുമാരനും തന്ന ആദ്യത്തെ അനുഗ്രഹമാണ് ഇത്. അത് കഴിഞ്ഞ് അതിർത്തി, ഞാൻ വീട് വെച്ച് മാറിയെന്ന് പറഞ്ഞല്ലോ, അതിനുശേഷം അതിർത്തി തർക്കം വന്നു. അവിടെ മതിൽ കെട്ടുന്ന ഒരു പ്രശ്നം വന്നപ്പം അവരുമായിട്ട് സഹകരിച്ച് പോകാൻ പറ്റത്തില്ല. അവരുടെ മണ്ണെല്ലാം ഇടിഞ്ഞ് ഞങ്ങളുടെ പെരേടത്തിലോട്ട് വീഴുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മണ്ണ് മൊത്തം ഞങ്ങളുടെ പെരേടത്തിൽ വീഴുന്നു, നിങ്ങൾ എന്തുവാന്ന് വെച്ചാൽ അത് ചെയ്യണമെന്ന്. അപ്പം ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വസ്തു വാങ്ങിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ തന്നെ അത് അതിൽ കെട്ടി മാറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഉറപ്പിന്മേൽ നിന്നു. അവസാനം അവരുടെ തെങ്ങിൽ നിന്നും മടലുകൾ വീണ് ഞങ്ങളുടെ വീടിൻ്റെ ഗ്ലാസ്സുകളെല്ലാം പൊട്ടാൻ തുടങ്ങിയപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിതെന്തോ കാണിക്കുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴും അവർ പറയുന്നു, നിങ്ങൾ അതിര് കെട്ടണമെന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ അതിര് കെട്ടാനെ കൊണ്ടല്ല, അങ്ങനെ അല്ല പറഞ്ഞത്, നിങ്ങൾ അതിര് കെട്ടിക്കോളാമെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതിപ്പം പറ്റത്തില്ല, നിങ്ങൾ അതിര് കെട്ടണമെന്നായി. അങ്ങനെ അവർ കൊണ്ട് ചെന്ന് കേസ് കൊടുക്കുകയും അവിടെ ഒത്തുതീർപ്പിന് ഞങ്ങാനും അവരെയും വിളിക്കുകയും ചെയ്തു. സ്റ്റേഷനിൽ ചെന്നിരുന്നു. SI ഒരു കാരണവശാലും എനിക്ക് അനുകൂലമായിട്ട് ഒരു കാര്യവും പറയുന്നില്ല. ഞാൻ പറയുന്നത് അല്ല എന്താണതായി പറയുന്നതെന്ന് കേൾക്കാനുള്ള മനസ്സുപോലും SI സാറ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അവിടെ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും ഞാൻ ഉപ്പിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മാതാവിനെയും വിളിച്ചുകൊണ്ടുമാണ് ഞാൻ പോകുന്നത്. 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴും എനിക്കിതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതല്ലാതെ എനിക്കൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ കഴുത്തി കിടന്ന ലോക്കറ്റിൽ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇത് കേൾപ്പിക്കാനാണോ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എന്നാൽ നമുക്ക് 2 പേർക്കും കൂടെ ഇരുന്ന് കേൾക്കാം എന്ന് ഞാൻ പറഞ്ഞു തീർന്നതും SI എതിർകക്ഷിയുടെ നേരെ വഴക്ക് പറയുന്നതാണ് ഞാൻ കാണുന്നത്. എന്തോ കാര്യമെന്ന് എനിക്കറിയില്ല. ഞാനും അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നോട് പറഞ്ഞു, ഇയാൾ വീട്ടിൽ പൊയ്ക്കോ, ഇയാളുടെ ഭാഗത്തല്ല തെറ്റ്, അത് പ്രശ്നം സോൾവ് ആക്കുന്നില്ല, വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. മൊത്തത്തിൽ അവിടെ ഭയങ്കര പ്രശ്നമായി. ഞാൻ പതുക്കെ ഇറങ്ങി വെളിയിൽ വന്ന് നിന്നു കഴിഞ്ഞപ്പം ഇതെന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, അനുവാദമില്ലാതെ ഓഫീസിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അത് വീഡിയോ എടുത്തു. അത് ആരോ സാറിനെ ഞാൻ പ്രാർത്ഥിച്ച് തീരുന്ന നിമിഷം പുറത്തു നിന്ന് ആരോ എന്തോ ആംഗ്യത്തിലൂടെ അവിടെ കാണിച്ചതായിരുന്നു. അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവ് ആയില്ലെങ്കിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താലെ ഞങ്ങൾ തമ്മിൽ ആ പ്രശ്നം ഇടപെടുകയും ഞങ്ങൾ 2 പേരും കൂടി ചേർന്ന് അതിര് കെട്ടുകയും ഇപ്പം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ നല്ല അയൽപക്ക ബന്ധം പുലർത്തുകയും ഞങ്ങൾ ചെയ്യുന്നു. ഇത്രയും പരിശുദ്ധ അമ്മ വഴി എനിക്ക് നേടിത്തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാലെ നടന്നു കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഇതിനേക്കാളുപരി എൻ്റെ മക്കളുടെ അസാന്നിധ്യമായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ പറയുന്നതാണ്. മക്കളുടെ വിദേശത്ത് 2 മക്കളാണുള്ളത്. 2 പേർക്കും വിദേശത്ത് ജോലി കിട്ടുകയും ഞാൻ പറഞ്ഞ പൈസ ഒരു തുക പറഞ്ഞു, അമ്മേ അവർക്ക് ഇത് ഇത്രയും മേടിച്ചു കൊടുക്കണമേ അമ്മേ, അമ്മ ഈശോയോട് പറയണേ അമ്മേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് ആ കറക്റ്റ് തുക അവർക്ക് കിട്ടുകയും ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഇത്രയും അനുഗ്രഹങ്ങൾ വാങ്ങിച്ചത് ഇത് മാത്രമല്ല, മറ്റുള്ളവരുടെ പലരുടെയും ആ സാന്നിധ്യം കൊണ്ട് എനിക്ക് പല അനുഗ്രഹങ്ങളും എനിക്കിവിടെ പറയാൻ പറ്റുന്നില്ല. എങ്കിലും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അമ്മയുടെ സാന്നിധ്യം എനിക്കുണ്ട്. ഈശോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. എൻ്റെ ഈശോ അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ബോധ്യം ഇപ്പോഴെനിക്കുണ്ട്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഭൗതികമായ ആവശ്യങ്ങളാണ് ഞാൻ ആദ്യം വെച്ചിരുന്നതെന്ന്. ഇപ്പം ഞാൻ ഭൗതികമായ ആവശ്യങ്ങളല്ല വയ്ക്കുന്നത്. ഇപ്പം ഞാൻ വയ്ക്കുന്ന ഒരു പ്രാർത്ഥനയെന്ന് പറയുന്നത്,
കർത്താവെ, അങ്ങേ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ, അങ്ങേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയല്ലേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ വയ്ക്കുന്നത്. എനിക്കത് മതി. കാരണം കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഉത്തമ ബോധ്യം എനിക്കിന്നുണ്ട്. കാരുണ്യപ്രവർത്തികൾ പരിശുദ്ധ അമ്മ, ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്യാറുള്ളത്, എല്ലാ ആഴ്ചയിലും 5-6 പൊതി കെട്ടി രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഞാനത് കൊണ്ടുപോകും. പോയിട്ട് അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികളുടെ അടുത്ത് ലഞ്ച് സമയമാകുമ്പോൾ ഞാൻ അവിടെ ചെല്ലും. അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഏറ്റവും അത്യാവശ്യമുള്ളവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും ആരും വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ലാത്തവരെ കണ്ടുപിടിച്ച് ഞാൻ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ, ഈ ഭക്ഷണം ഞാൻ അവർക്ക് കൊടുക്കും. അഥവാ വീട്ടിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഞാൻ കടയിൽ നിന്നെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാ ആഴ്ചയിലും ഞാൻ കൃത്യമായിട്ടും അത് ചെയ്യും. അതുപോലെ പുനലൂർ മദർ തെരേസ എന്ന് പറയുന്ന ഒരു മാനസിക കേന്ദ്രമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് പേരുണ്ട് അവിടെ. എനിക്കവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും, രാവിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിൽ പോകാതെ നേരെ അങ്ങോട്ടാണ് ഞാൻ അവധി ദിവസങ്ങളിലെല്ലാം പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരോടൊന്നിച്ച് അവരുടെ തുണി കഴുകുക, ബാത്റൂം വൃത്തിയാക്കുക, സകല ജോലിയും ഞാൻ അവിടെ ചെയ്തു കൊടുക്കും. ഭക്ഷണത്തിന് വേണ്ടുന്ന സഹായം ചെയ്യും. ഏകദേശം കുറേ സമയം അവിടെ ചിലവഴിച്ച് അവരോടൊപ്പം ഇരുന്ന് ഈശോയെ, പരിശുദ്ധ അമ്മയെ വഴി ഈശോയ്ക്ക് കാഴ്ചവെച്ചിട്ടായിരിക്കും ഞാൻ വരുന്നത്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന മുടക്കം കൂടാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ബൈബിൾ വായന കൃത്യമായിട്ടും ഒരു അരമണിക്കൂറെന്ന് പറയുന്നത് ഇപ്പോൾ 1 മണിക്കൂറായാലും അരമണിക്കൂർ, 3/4 മണിക്കൂറായാലും 1.5 മണിക്കൂറും ഒക്കെ ഇരുന്ന് വായിക്കും. ഓഫീസിലായാലും ബൈബിൾ കൊണ്ടുപോകും. ഒരല്പസമയം കിട്ടിയാൽ ഞാൻ അവിടെ ഇരുന്ന് ബൈബിൾ വായിക്കാൻ നോക്കും. ധ്യാനം, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, ധ്യാനം, സാക്ഷ്യം, ഇവയെല്ലാം ഒരു മുടക്കവും വരാതെ കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ കുടുംബ പ്രാർത്ഥന, ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ശരിക്കും ഞാനൊരു ക്രിസ്ത്യാനിയായത്. രാവിലെ എഴുന്നേറ്റുള്ള പ്രാർത്ഥന ഞാൻ ഒരിക്കലും ചൊല്ലിയിരുന്നില്ല. അത് ഈ ഉടമ്പടിക്ക് ശേഷമാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് 5:30-ക്കുള്ള പ്രാർത്ഥന ഞാൻ ചൊല്ലുന്നത്. അതുപോലെ വൈകുന്നേരം കൊന്ത ചൊല്ലുന്നു, ബൈബിൾ വായിക്കുന്നു, കുറേ നേരം അതിനെപ്പറ്റി ധ്യാനിക്കുന്നു. അപ്പോൾ ഒരു മാനസികമായ ഒരു സന്തോഷം എനിക്ക് ഈ ഉടമ്പടി, ശരിക്കും ഈ ഉടമ്പടി സത്യമായിട്ട് ഞാൻ പറയുന്നതാണ്, ഈ ഉടമ്പടി വഴിയാണ് ഞാൻ ശരിക്കും ഈ ഈശോയെ അറിഞ്ഞു തുടങ്ങിയത്. ബൈബിൾ തന്നെ 3-4 പ്രാവശ്യത്തോളം ഞാൻ ഫുള്ളും വായിച്ചു തീർത്തു. ഇപ്പോഴും പകുതിയായി ഇരിക്കുന്നു അത് വായിച്ച് മൊത്തം എടുക്കാനായിട്ട്. അപ്പോൾ അത്രയും അതുപോലെയുള്ള എത്ര സങ്കടങ്ങൾ നടുവിലും എനിക്കെൻ്റെ ഈശോ ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യമാണ് എന്നെ ഇപ്പോൾ നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. പത്രം ഞാനിവിടുന്ന് എല്ലാ മാസവും ഇവിടെ വരും. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ പിറ്റേന്ന് ഞാനിവിടുന്ന് പോകും. ധ്യാനവും കൂടി പത്രവും വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന് പോകും. പോയി കഴിഞ്ഞ് തമിഴ് പത്രമാണ് ഞാൻ മേടിച്ചുകൊണ്ട് പോകുന്നത്. ചിലപ്പോൾ 4-5 കെട്ട് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. ആദ്യമൊക്കെ വെറും പത്രം മാത്രമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കൊടുക്കുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തമിഴിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് അത് ഞാൻ പത്രത്തിനകത്ത് വെച്ച് 1 നുള്ളു ഉപ്പും ഞാനൊരു കവറിലാക്കി അതും പിൻ ചെയ്ത് പരിശുദ്ധ അമ്മയോട് 2-3 ദിവസം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുമ്പം ഈ പത്രം ഞാൻ എടുത്ത് ഉയർത്തി ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് കിട്ടുന്നവരെ അങ്ങിലേക്ക് അടുക്കുവാനുള്ള ഒരു വഴിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ഞാനിപ്പോൾ ഈ പത്രം കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് ചെങ്കോട്ട, തെങ്കാശി, പിന്നെ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ ശ്രീലങ്കൻ വംശജരായ തമിഴ് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെ ഏരിയയിൽ നമുക്ക് അധികം കടക്കാൻ പറ്റത്തില്ല. എങ്കിലും നമ്മൾ അവിടെ കടന്നു ചെന്ന് എല്ലാ വീടുകളും 8,000 വീടുണ്ട്. ആ എല്ലാ വീടുകളിലും ഞാൻ ഓരോ മാസം ഓരോ ഏരിയ വെച്ച് കൊണ്ട് നടന്ന് കൊടുക്കും. അവർ ഇപ്പം ഭയങ്കര സന്തോഷമാണ് അവർക്ക്. അമ്മ പത്രം വന്നു എന്നും പറഞ്ഞ് എന്നെ കാണുമ്പോഴേ പത്രത്തിൻ്റെ ലോക്കറ്റ്, ചെറിയ പ്രിൻ്റ്, മാതാവിൻ്റെ പ്രിൻ്റ്, ഇതെല്ലാം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അവർക്ക് കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ നേടി തന്നതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട്
ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. ഇനി എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ ഈ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമെന്നും എൻ്റെ ഈശോയും എൻ്റെ മാതാവും അല്ലാതെ വേറെ ആരുടെയും അടുത്ത് പോകേണ്ടതില്ലെന്നും എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടതിനാൽ ഞാനിതിന് ഉറച്ചു നിൽക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വചനമാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കഠിനകരമായ പദ്ധതികളും പ്രശ്നങ്ങളുമെല്ലാം ഉടമ്പടിയിലാണ് ദൈവം നമുക്ക് ചെയ്തു തരുന്നത്. നമുക്ക് നിയന്ത്രിക്കാനാവാത്ത പ്രശ്നങ്ങൾ, അസാധ്യമാണെന്ന് കരുതുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉടമ്പടിയിലൂടെ ഏൽപ്പിക്കുമ്പോൾ ഭയത്തിന് പകരം വിശ്വാസമാണ് നാം തിരഞ്ഞെടുക്കുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക്, രോഗങ്ങൾക്ക്, കടബാധ്യതകൾക്ക്, ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ ഇവയെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. നാം ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുമ്പോൾ ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നമ്മൾ ശാന്തരായിരുന്നാൽ മാത്രം മതി. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് ഷൈനി ജോൺസൺ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ശാന്തമായിരുന്നപ്പോൾ കർത്താവ് ഈ സഹോദരിക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഒരു വലിയ ദൈവിക സാക്ഷ്യമാണ് നാം കേട്ടത്. അമ്മ കേൾക്കുന്നുണ്ട് നമ്മുടെ ഓരോ സംസാരവും. കൃപാസനം അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഓരോ സംസാരവും നമ്മുടെ കൂടെയുള്ള അമ്മയാണ്. ആ അമ്മയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അമ്മ ഈ മകളുടെ കാര്യം ഏറ്റെടുക്കുകയാണ്. അങ്ങനെയുള്ളൊരു ബന്ധമാണ് ഈ മകൾക്കുള്ളത്. കുടുംബ ജീവിതത്തിലാണെങ്കിലും വലിയൊരു മാറ്റമാണ് ഉടമ്പടി ജീവിതത്തിൽ വന്നതിൽ പിന്നെ അമ്മയും മകളും തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധം മറ്റു കുടുംബ ബന്ധത്തിലേക്ക് മാറുകയും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം കുടുംബത്തിൽ വരികയും എല്ലാ കാര്യത്തിലും മക്കളും അമ്മയും എല്ലാവരും ഒന്നിച്ച് സന്തോഷവും സമാധാനപരമായിട്ട് കുടുംബജീവിതം നയിക്കുന്നുവെന്നാണ്. കാരണം മക്കൾക്ക് നല്ല ജോലി കിട്ടി, അവരും പുറത്തുപോയി ആഗ്രഹിച്ചതെല്ലാം ലഭിച്ചു. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം വെച്ചത്. പക്ഷെങ്കിൽ ഇപ്പോൾ ആത്മീയമായ ഒരു ജീവിതമാണ്. എനിക്കിനി ദൈവത്തെ വേണം, എനിക്കിനി അമ്മയെ വേണം, എനിക്കിനി ഒന്നും ആവശ്യമില്ല. കാരണം ഈശോയും അമ്മയും കൂടി ഉണ്ടെങ്കിൽ എല്ലാമായി എന്നുള്ള ഒരു ബോധ്യത്തിലേക്കാണ് ഉടമ്പടി ജീവിതം ഈ സഹോദരിയെ നയിക്കുന്നത്. സമാധാനപരമായ ജീവിതം, ഈശോയുടെയും അമ്മയുടെയും കൂടെയുള്ള ഒരു ജീവിതമാണ് ആകർഷിക്കുന്നത്. ഇനി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന, അതായത് നമുക്ക് ഈശോ എല്ലാ അനുഗ്രഹങ്ങളും തരുമ്പോഴും നമ്മൾ എന്താണ് വിശേഷവിധിയായിട്ട് കൊടുക്കുന്നതാണ് ജോസഫ് അച്ഛൻ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുള്ളത്. ഈ സഹോദരിയും വിശേഷവിധിയായിട്ട് ചെയ്യുന്നത് നാം കേട്ടു. പ്രത്യക്ഷീകരണത്തിൻ്റെ ആ പ്രാർത്ഥന പ്രിൻ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് ആ പത്രം വെച്ച് പ്രാർത്ഥിച്ച് പ്രിൻ്റ് ചെയ്ത പ്രാർത്ഥനയുമായിട്ടാണ് ഈ സഹോദരി തെങ്കാശിയിലും ചെങ്കോട്ടയിലുമൊക്കെ പത്രവുമായിട്ട് പോകുന്നത്. അത് വിശേഷവിധിയായിട്ട് നമ്മളോട് ദൈവം കാണിക്കുന്ന ആ സ്നേഹത്തിന് നമുക്കുള്ള സ്നേഹമാണ് ഈ പത്രം കൊടുക്കുമ്പോഴും അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീഷ്ണത, ആ ദൈവത്തോടുള്ള ആ സ്നേഹം, ഉടമ്പടിയിലുള്ള ആ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിലും കൂടുതൽ സ്നേഹത്തോടെ കൂടുതൽ ആത്മാർത്ഥത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതത്തിൽ നമുക്കും പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നിങ്ങൾ ശാന്തരായിരുന്നാലും മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളുമെന്ന്, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഷൈനി ജോൺസന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.